ഇത് മാസ് മോട്ടോഴ്സ് ഇതാണ് ഹോണ്ട ആക്റ്റീവ 5G വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയിട്ടുണ്ട്. ജനറൽ സർവീസ്, ഫുൾ ചെക്കപ്പ്, അതേപോലെ തന്നെ എഞ്ചിൻ ഓയിൽ മാറ്റാം. ഹാൻഡിൽ കവർ പൊട്ടിയിരിക്കുന്നുണ്ട്, വൈസർ. അപ്പോൾ അത് നമുക്ക് മാറ്റിയിടാം. അത്രയും കേസാണ് ജോബ് കാർഡിൽ പറഞ്ഞാൽ കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ വണ്ടി ഫസ്റ്റ് ടെസ്റ്റ് ഡ്രൈവ് നടത്തുന്ന സമയത്ത് നമുക്ക് അതിനകത്തുനിന്ന് ഫ്രണ്ട് സൈഡിൽ നിന്ന് ചെറിയ നല്ല രീതിയിൽ ജർക്കിങ് കാണിക്കുന്നുണ്ട്. അത് മറ്റേ വൈസർ പൊട്ടിയിരിക്കുന്നതിൻ്റെ ഉണ്ട്. പിന്നെ ഗട്ടർ ചാടുമ്പോൾ ബുഷ് പോയതിൻ്റെ ചെറിയൊരു അടിയും കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അത് കൂടാതെ നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒരു മിസ്സിങ് പോലെ വണ്ടി കൊണ്ടുവന്ന് നിർത്തുമ്പോഴത്തേക്കും പെട്ടെന്ന് ഓഫ് ആവുന്ന ഒരു കംപ്ലയിൻറ്റും കാണിക്കുന്നുണ്ടായിരുന്നു. അതാണ് മെയിനായിട്ട് നമുക്ക് അനുഭവപ്പെട്ട കംപ്ലയിൻറ്റ്. അപ്പോൾ നമ്മൾ വണ്ടി വർക്കിന് കയറ്റി അതിൻ്റെ ബാക്ക് വീലിൻ്റെ ഭാഗം തുടങ്ങി നമ്മൾ ചെക്ക് ചെയ്ത് വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഫ്രണ്ട് വീലിൻ്റെ ഭാഗം നമ്മൾ അഴിച്ച് നിർത്തിയേക്കാണ്. അതുകൊണ്ട് നമ്മൾ അതിൻ്റെ ബാക്ക് വീൽ ഇപ്പോൾ നിലവിൽ അഴിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് ബ്രേക്ക് ലൈനറൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ബാക്ക് വീലും കൂടി അഴിച്ചിട്ട് ബ്രേക്ക് ക്യാമൊക്കെ അഴിച്ച് ഗ്രീസ് ചെയ്താണ് റീസെറ്റ് ചെയ്യുള്ളൂ. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ബാക്കിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി ടയർ അത്യാവശ്യം ഉപയോഗിക്കാണ്ട് നല്ല ടയറാണ്. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിൽ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെ എയർ ഫിൽറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി അയച്ചാൽ. അപ്പോൾ എയർ ഫിൽറ്ററൊക്കെ ഫുള്ള് ബ്ലോക്കാണ്, പൊടി കയറിയിട്ട് നല്ല രീതിയിൽ ബ്ലോക്കായ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ. പൂപ്പിലൊക്കെ പിടിച്ചോളുന്ന രീതിയിൽ. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിലുള്ള എയർ ഫ്ലോ കാര്യങ്ങൾ പ്രോബ്ലം കാണിക്കുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ മിസ്സിങ്ങിൻ്റെ ഒരു റീസൺ ഇങ്ങനെ വരുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും കാർബേറ്ററിനകത്തും അതിൻ്റെ പ്രോബ്ലംസ് ഉണ്ടാവും. കാർബേറ്ററും കൂടി നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്യേണ്ടതായിട്ട് വരും. കാരണം എന്താ വെച്ചാൽ എന്നാലാണ് അത് ആ വർക്കിംഗ് അതിൻ്റെ ആ എയർ എടുത്ത് പെട്രോൾ മിക്സ് ചെയ്ത് ഹെഡിൽ പോയി കത്തണം. ആ ഒരു ഫംഗ്ഷൻ കറക്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ എയർ ഫിൽറ്ററും അതേപോലെ കാർബേറ്ററും കൂടി നമ്മൾ അഴിക്കേണ്ടതായിട്ടുണ്ട്. പ്ലഗ് വലിയ പഴക്കം തോന്നണില്ല. അപ്പോൾ പ്ലഗ് വേണമെങ്കിൽ നമുക്ക് തൽക്കാലം ഇത് തന്നെ ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാം. അപ്പോൾ കാർബേറ്റർ ക്ലീനിങ് നമുക്ക് ജനറൽ സർവീസിൽ വന്നതല്ലാതെ നമ്മൾ അഡീഷണൽ പേ ചെയ്ത് ചെയ്യേണ്ട വർക്കാണ് കേട്ടോ. കാരണം അതിൻ്റേതായിട്ടുള്ള പ്രോബ്ലംസ് വണ്ടി കാണിക്കുന്നുണ്ട്. ചെറിയൊരു മിസ്സിങ് പോലെ. മിസ്സിങ് എന്ന് പറഞ്ഞാൽ വണ്ടി വലിക്കാനായിട്ടൊരു ബുദ്ധിമുട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ വണ്ടി കൊണ്ടുവന്ന് നിർത്തുമ്പോഴത്തേക്കും പെട്ടെന്ന് ഓഫ് ആവുന്ന പോലൊരു കംപ്ലയിൻറ്റും നിലവിൽ വണ്ടിക്ക് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് എയർ ഫിൽറ്റർ എന്തെങ്കിലും മാറ്റിയിടണം, മാറ്റേണ്ട ടൈമാണ്. പിന്നെ അത് കൂടാതെ നമ്മൾ ക്ലച്ചിൻ്റെ ഭാഗം കൂടി നമ്മൾ ചെക്ക് ചെയ്യുന്നുണ്ട്. ക്ലച്ച് ഗ്രീസിങ് കാര്യങ്ങളൊക്കെ ജനറൽ സർവീസിലുള്ളതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അഴിച്ചാണ്. ബെൽറ്റിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ ചെക്ക് ചെയ്തു. ബെൽറ്റിന് നമുക്ക് പറയത്തക്ക കംപ്ലയിൻറ്റ് പറയാനില്ല. ഇവിടെ ചെറിയ സെൻറ്റർ ഭാഗത്തൊക്കെ ചെറിയൊരു ക്രാക്ക് പോലെ ഉണ്ട്. പക്ഷേ നമുക്ക് നിലവിലിപ്പോൾ അതിൻ്റെ മാറ്റേണ്ട ഒരു സിറ്റുവേഷനൊന്നും ആയിട്ടില്ല. നമുക്ക് പരമാവധി ഉപയോഗിച്ചതിന് ശേഷം മാറ്റിയാൽ മതി. നെക്സ്റ്റ് സർവീസ് വരെ എന്തായാലും നമുക്ക് സ്മൂത്തായിട്ട് കിടന്ന് ഓടിക്കോളും. കാരണം അടുത്ത സർവീസ് എന്ന് പറയുന്നത് 4 മാസമാണ്. 4 മാസത്തിനുള്ളിൽ എന്തായാലും നമുക്ക് ഡാമേജ് വരില്ല. കാരണം നമ്മുടെ ഓട്ടത്തിൻ്റെ അനുസരിച്ച് നോക്കുമ്പോൾ നോർമൽ രീതിയിലുള്ള ഓട്ടമാണെന്നുണ്ടെങ്കിൽ ഓടിക്കോളും, വേറെ പ്രോബ്ലമൊന്നുമില്ല. പിന്നെ ക്ലച്ചിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ക്ലച്ചിനകത്ത് ക്രാങ്കിൻ്റെ ഓയിൽസീൽ, ക്ലച്ച് ഷാഫ്റ്റ് ഓയിൽസീൽ, 2 ഓയിൽസീലുകൾ നമുക്ക് വരാം. ഇത് ക്രാങ്കിൻ്റെ ഭാഗത്ത് നിന്ന് പറഞ്ഞ ഓയിൽസീൽ, ഇത് ക്ലച്ച് ഷാഫ്റ്റ്. രണ്ടിനും വേറെ ലീക്കേജ് കാര്യങ്ങളൊന്നുമില്ല. ക്ലച്ചിനകത്ത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊടിയുടെ പ്രസൻസ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് ക്ലച്ച് ഷൂ അതേപോലെ ബെൽറ്റൊക്കെ ഒരഞ്ഞ് അത് നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് തേയ്മാനം തന്നെ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ തന്നെ പൊടിയാണ് അതൊക്കെ നമുക്ക് ശരിക്കും നേരടിച്ച് ക്ലീനാക്കി നമുക്ക് റീസെറ്റ് ചെയ്തെടുക്കാം. പിന്നെ അതേപോലെ തന്നെ ബെൻഡെക്സിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തു. ഇടയ്ക്ക് നമ്മൾ സെൽഫ് അടിക്കുന്ന സമയത്ത് ബെൻഡെക്സ് പിടിക്കാത്ത പോലെ അങ്ങനെ ഒരു മൂളിച്ചോട് കഴിഞ്ഞിട്ടാണ് വണ്ടി ഇടയ്ക്ക് സ്റ്റാർട്ട് ആയി വരാം. അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ഉണ്ട്. അപ്പോൾ ബെൻഡെക്സ് നമ്മൾ നോക്കുമ്പോൾ ബെൻഡെക്സിന് പറയത്ത കംപ്ലയിൻറ്റ് കാണിക്കുന്നില്ല. അത് നമുക്ക് ആ കംപ്ലയിൻറ്റ് വരുന്നത് ബാറ്ററിയുമായി ബന്ധപ്പെട്ടാണ്. ഞാൻ ആ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് അതിൻ്റെ കംപ്ലയിൻറ്റ് കാണിച്ചു തരാം. പിന്നെ നമുക്ക് അതിൻ്റെ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവ്, റോളർ അടക്കം വന്ന യൂണിറ്റാണത്. ആ നിലവിൽ നോക്കി വലിയ പഴക്കമൊന്നും ആയിട്ടില്ല. ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് എയർ അടിച്ച് ക്ലീൻ ആക്കി ഒന്ന് റീസെറ്റ് ചെയ്യാം. ക്ലച്ച് യൂണിറ്റും ക്ലച്ച് വെയിറ്റ് അടക്കം വരുന്ന യൂണിറ്റാണത്. അപ്പോൾ അതിൽ ഈ ഭാഗത്ത് നോക്കുമ്പോൾ അത്യാവശ്യം തുരുമ്പ് കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൈയോടെ നമുക്കതൊന്ന് ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ആക്കാം കേട്ടോ. പിന്നെ അതേപോലെ നമുക്ക് അതിൻ്റെ ഈ കിക്കറിൻ്റെ വീലിൻ്റെ ഇതൊന്ന് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്തെടുക്കാം. കാരണം നമുക്ക് ഇപ്പോൾ സെൽഫിൽ വർക്ക് ചെയ്ത് സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കുന്ന സമയത്ത് നമുക്ക് കിക്കർ അടിച്ചാൽ കിട്ടണമെങ്കിൽ നമുക്ക് സെൽഫൊക്കെ ഈ കിക്കർ വീലൊക്കെ ഒന്ന് അഴിച്ച് ഫുള്ള് ഗ്രീസ് ചെയ്തൊക്കെ റെഡിയാക്കി നിർത്തിയേക്കാം. കാരണം എന്താ വെച്ചാൽ ബാറ്ററിയുടെ കംപ്ലയിൻറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെൽഫിൻ്റെ പ്രശ്നം കാണിക്കും വണ്ടി കേട്ടോ. പിന്നെ ഈ ഭാഗത്ത് നമുക്ക് ചെറിയൊരു ലീക്കേജിൻ്റെ ആരംഭം ഉണ്ട് കേട്ടോ. ബാക്ക് ഗിയർ ബോക്സിൻ്റെ സൈഡിൽ നിന്നാണ്. അതിപ്പോൾ നിലവിൽ തൽക്കാലം ഒന്നും ചെയ്യേണ്ട, മേജറായിട്ടുള്ള പ്രോബ്ലം അല്ല. പിന്നെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നമ്മൾ ചെക്ക് ചെയ്തിരുന്നു. അവിടെ വേറെ പറയത്തക്ക ലീക്കേജോ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ നമുക്ക് കാർബേറ്ററിൻ്റെ കേസ് പറഞ്ഞല്ലോ, കാർബേറ്റർ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്യണം നല്ലതാണ്. കാരണം കാർബേറ്ററിൻ്റെ ക്ലീനിങ്ങിൻ്റെ കേസൊന്നും ജോബ് കാർഡിലോ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഓടിക്കുമ്പോൾ അതിൻ്റെ എല്ലാ ലക്ഷണങ്ങളും കാണിക്കുന്നുണ്ട്. കാരണം കാർബേറ്റർ സാധാരണ രീതിയിൽ മിസ്സിങ്ങിൻ്റെ പ്രശ്നം, വലിയുടെ പ്രശ്നം, അതേപോലെ തന്നെ പെട്രോൾ ഓവർഫ്ലോ, ഇതിൽ ഏതെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ് ഉണ്ടെങ്കിലാണ് സാധാരണ രീതിയിൽ അഴിക്കാറ്. അപ്പോൾ മിസ്സിങ് വലിയ കുറവുമായി ബന്ധപ്പെട്ട ഒരു കംപ്ലയിൻറ്റ് നിലവിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അഴിച്ച് ക്ലീൻ ചെയ്യുന്നത് നല്ലതാണ്. ഞാൻ എസ്റ്റിമേറ്റിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ട് റിപ്ലൈ ചെയ്യുക. പെർമിഷൻ കിട്ടിയാലാണ് നമ്മൾ അഴിക്കുള്ളൂ കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഫ്രണ്ടിലത്തെ വീല് നമ്മൾ അഴിച്ച് ഫ്രണ്ടിലത്തെ ടയറൊക്കെ പുതിയ ടയറാണ്. ഫ്രണ്ട് ബ്രേക്ക് കേബിളുകളൊക്കെ പുതിയതാണ്. ബ്രേക്ക് ലൈനറായാലും അത്യാവശ്യം ഉപയോഗിക്കാനുള്ള ലൈനറാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഫ്രണ്ടിലത്തെ ലിങ്കിൻ്റെ ബുഷുകളൊക്കെ ഉണ്ടല്ലോ, അതിവിടെ വരുന്ന ബുഷുകളൊക്കെ അത്യാവശ്യം പ്ലേ കാണിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇത്ര ഷെയ്ക്ക് ഉണ്ട് നിലവിൽ കേട്ടോ. അപ്പോൾ അത് ബുഷുകൾ മാറ്റേണ്ട ഒരു ടൈം ആയിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഈ ഷോക്കിൻ്റെ ബുഷും ഗ്രീൻ ബുഷും അത്യാവശ്യം ഓവലായി പോയേക്കാം. വളരെ ഫ്രീ ആയ രീതിയിലാണ് കയറി വരാതാണ്. അപ്പോൾ ആ 2 ബുഷുകളും ചേഞ്ച് ചെയ്തിടേണ്ട ടൈമാണ് കേട്ടോ. അത് കുറേ കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ കംപ്ലയിൻറ്റ് വന്നതാണ്. അതായത് ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്കും ഇത് പ്ലാസ്റ്റിക് പോലത്തെ റബ്ബറും പ്ലാസ്റ്റിക്കും കൂടി പോലത്തെ അങ്ങനത്തെ ഒരു മിക്സ് ചെയ്തൊരു മെറ്റീരിയലാണ്.
ഇതിൻ്റെ ഉള്ളിൽ വരുന്നത് മെറ്റലും ഫൈബറും കൂടിയിട്ടുള്ളൊരു ബുഷാണ്. അപ്പോൾ അതിൻ്റെയാണ് ആ തേയ്മാനം വന്നതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാരണം. പിന്നെ ബാറ്ററിയുടെ കംപ്ലൈൻറ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ടായല്ലോ. ബാറ്ററി നിലവിൽ വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ് ഇത് മിരിക്കണ ബാറ്ററി. കമ്പനി വന്ന മോഡലാണ് ഇത് മിരിക്കുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ വോൾട്ട് കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തതിൻ്റെ കണ്ടീഷൻ കാണിച്ചു തരാം. ഇപ്പം നിലവിൽ നമുക്ക് നോക്കുമ്പോൾ ഹോണ്, ഇൻഡിക്കേറ്റർ, സെൽഫ് ഇപ്പോഴൊക്കെ നിലവിൽ വർക്കിംഗ് ഉണ്ട്. പക്ഷേ സെൽഫിന് ചില നേരത്തെ ഒരു വലിച്ചിൽ കാണിക്കുന്നുണ്ട്. അത് നിലവിൽ ബാറ്ററിയുമായി ബന്ധപ്പെട്ട കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമ്മൾ നോക്കുന്ന സമയത്ത് നോക്കിയപ്പോൾ 12.95 റേഞ്ചിൽ വോൾട്ട് കാണിക്കുന്നുണ്ട്. ബാറ്ററി നമ്മളിപ്പോൾ ലോഡ് ടെസ്റ്റ് നടത്തി നോക്കുകയാണ്. ലോഡ് ടെസ്റ്റ് നടത്തുമ്പോൾ ശരിക്കും പറഞ്ഞാൽ 8.5യുടെ താഴേക്ക് പോകാമെന്ന് പറഞ്ഞാൽ ശരിക്കും ബാഡായിട്ടാണ് കാണിക്കുള്ളൂ. 8.5യുടെ താഴേക്ക് വന്ന ബാഡ് ബാറ്ററി, അതായത് കംപ്ലൈൻറ്റ് എന്നുള്ള രീതിയിലാണ് നമുക്ക് സാധാരണ അനുഭവപ്പെടാറ്. അപ്പോൾ നമ്മൾ ലോഡിലേക്ക് കൊടുക്കുമ്പോൾ ഉണ്ടാവും. അപ്പോൾ നിലവിൽ 7.60 ആ റേഞ്ച് വരെ വന്നുണ്ട്. അപ്പോൾ നിലവിൽ ബാറ്ററി കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിലും സെൽഫ് എടുക്കാത്ത, അതായത് ഒട്ടും എടുക്കാത്തൊരു കണ്ടീഷനിലേക്ക് ബാറ്ററി വരാം. ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ബാറ്ററി പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ. അത് ചിലപ്പോൾ നാളെ വരാം, തൊട്ടടുത്ത ദിവസങ്ങൾ തന്നെ കിട്ടിയേക്കാം. ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ബാറ്ററി ഓടിക്കൊണ്ടിരിക്കുക. വണ്ടി വന്നപ്പോൾ ഉള്ള ബാറ്ററിയാണ് അത്യാവശ്യം നല്ല പഴക്കമായിട്ട്. പിന്നെ ഈ പറഞ്ഞ രീതിയുടെ ഈ ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ്, ഈ എയർ ഫിൽറ്ററിൻ്റെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ എന്ന് പറഞ്ഞ യൂണിറ്റാണ്. അതും കൂടി നമുക്കൊന്ന് കൂട്ടത്തിൽ മാറ്റിയിടേണ്ടതായിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ ഓയിൽ മാറേണ്ട ടൈമായിട്ടുണ്ട്. പിന്നെ എഞ്ചിൻ്റെ റൂമിൻ്റെ ഉള്ളിലത്തേക്ക് അവസ്ഥ വളരെ മോശമാണ്. കാരണം അത്യാവശ്യം ഫുള്ള് ചെളിയാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിലൊക്കെ ഫുൾ ചെളി എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ചെളിയാണ്. അതൊന്ന് ബോഡി അഴിച്ചൊന്ന് വാട്ടർ സർവീസ് ചെയ്ത് പോകണം നല്ലതാണ്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ ഉള്ളിലുള്ള നമ്മൾ പുറമെ എങ്ങനെ കഴുകിയാലും പുറമേത്തെ ഭാഗങ്ങളൊക്കെ ഇങ്ങനെ ഒന്ന് ക്ലിയർ ആവുള്ളൂ. ഉള്ളിലത്തെ അവസ്ഥ അതേപോലെ തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് ബോഡിയൊക്കെ അഴിക്കണ കൂട്ടത്തിലൊക്കെയാണ് ചെയ്യണത് നല്ലത്. കാരണം ഇതിൻ്റെ ഉള്ളിലൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മാറാലയും പൊടിയും ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അതിൻ്റെ ഉള്ളിൽ കേട്ടോ. അപ്പോൾ ഇടയ്ക്കൊന്ന് കയറ്റി അഴിച്ച് ചെയ്തിടണം നല്ലതാണ്. ഇപ്പോൾ കൂട്ടത്തിക്കടെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്നുള്ളൂ. പക്ഷേ വർക്ക് തീരുമാനിച്ച് ലേറ്റ് ആവുന്നുള്ളൂ. വേണമെങ്കിൽ ചെയ്യാവുന്നുള്ളൂ കേട്ടോ. അതേപോലെ തന്നെ ഫ്രണ്ടിൽ വരുമ്പോഴത്തേക്കും ഈ കവറിൻ്റെ ഉള്ളിലൊക്കെ അതേ തന്നെയാണ് അവസ്ഥ. തീരെ ആവശ്യമാണ്. അപ്പോൾ നിലവിൽ എസ്റ്റിമേറ്റിൽ ഞാൻ വേണമെങ്കിൽ ഉൾപ്പെടുത്താൻ വേണമെങ്കിൽ നോക്കിയിട്ട് വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് പെർമിഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. അതനുസരിച്ച് നമുക്ക് ചെയ്യാം. അതല്ലെങ്കിൽ ഒഴിവാക്കണമെങ്കിൽ ഒഴിവാക്കാം കേട്ടോ. നമുക്ക് കണ്ടപ്പോൾ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ ചെയ്യുന്നുള്ളൂ. പിന്നെ നമുക്ക് ഹാൻഡിൽ കവർ, വൈസ് ഹെഡ്ലൈറ്റ് പിടിപ്പിക്കുന്ന കവർ മൊത്തം പൊട്ടിയിരുന്നായിരുന്നു. അപ്പോൾ അതും കൂടി കൂടുതൽ മാറ്റുന്ന ദിവസം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് എല്ലാം ഉൾപ്പെടുത്തി, അത്രയും ഭാഗങ്ങൾ അതെല്ലാം ഉൾപ്പെടുത്തി വാട്ടർ സർവീസ് അടക്കം അഴിച്ച് കഴുകുന്ന രീതിയിലുള്ളൊരു എസ്റ്റിമേറ്റ് അടക്കം ജസ്റ്റ് വാട്സാപ്പിലേക്ക് ഇടാം. വീഡിയോ കണ്ടിട്ട് നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടാലും മതി. അപ്പോൾ അത് നോക്കിയിട്ടൊന്ന് എസ്റ്റിമേറ്റ് ഡീറ്റെയിൽസ് ഇട്ടേക്കാം. നോക്കിയിട്ട് പറഞ്ഞാലും മതി കേട്ടോ. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ സെൽഫൊക്കെ അടിക്കുന്ന സമയത്തൊരു മൂളിച്ച് സൗണ്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. ബെൻഡക്സിൻ്റെ പ്രശ്നമുണ്ട്, മോട്ടറിൻ്റെയൊക്കെ ആ പഴക്കം കൊണ്ട് വന്നേക്കണ പ്രോബ്ലമാണ്. അപ്പോൾ അങ്ങനെ ഒരു പ്രോബ്ലംസ് നമുക്ക് ശ്രദ്ധയിൽ പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഇട്ടേക്കാം. വീഡിയോ കണ്ടതിന് ശേഷം നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.